ഏട്ടാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പലരും എൻ്റെ സെയിം അസുഖം സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവർ എൻ്റെ സെയിം അസുഖം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എൻ്റെ അടുത്ത് കമൻസിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇപ്പോഴത്തെ അവസ്ഥ എന്താ, ഇപ്പം അസുഖം മാറിയോ? എൻ്റെ പഴയ വീഡിയോസിനടിയിലേക്ക് കമൻ്റായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഉണ്ടാവുമെന്ന് ഓർത്തിട്ട് പറയാണ്, അവർക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് പറയാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു ബ്രെയിൻ ട്യൂമർ പേഷ്യൻ്റ് എന്നുള്ള ഒരു ലിസ്റ്റിൽ പെട്ടിരിക്കുകയാണ്. എന്നാൽ എനിക്ക് ക്യാൻസറസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ക്യാൻസറസ് അല്ലാത്ത എന്നാൽ നമ്മൾ കുറച്ചധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരം ട്യൂമറാണ് എനിക്കുള്ളത്. പലർക്കും പല രീതിയിലാണ് ഇതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാകുന്നത്. എനിക്ക് കുറച്ച് അധികമായിട്ട് വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇപ്പോൾ എനിക്കുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് കുറേ തവണ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഉണ്ടായതെന്ന് തന്നെ പറയാം. ഇവിടെ വന്നതിന് ശേഷം ഒരു 3-4 തവണയെങ്കിലും എനിക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ നിന്ന് എനിക്ക് ഹൈപ്രോലാക്റ്റിനോമേൻ്റെ ഇഷ്യൂ വരാറുള്ളതാണ്. ഹൈപ്രോലാക്റ്റിനോമ എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോൺ ഇംബാലൻസ് ആവുന്നതാണ്. പ്രൊലാക്റ്റിനോമ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ എനിക്ക് ഹൈ ആവും, അതാണ് ഹൈപ്രോലാക്റ്റിനോമ. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൽ പല ക്ലിപ്സും ഞാൻ ഓരോ തവണ ഹോസ്പിറ്റലിൽ പോയപ്പം ചുമ്മാ ഇങ്ങനെ എടുത്തിട്ടതാണ്. എപ്പോഴെങ്കിലും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ മൂടുണ്ടെങ്കിൽ ചെയ്യാം എന്നോർത്തിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. വന്ന സമയത്തൊക്കെ എനിക്ക് നല്ല വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഡോക്ടേഴ്സ് പലപ്പോഴും എന്നോട് പറയുന്നതാണ് ടെൻഷൻ കുറയ്ക്കാൻ, ടെൻഷൻ അടിക്കാണ്ടിരുന്ന നിനക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ എൻ്റെ ജീവിതയാത്ര കുറച്ച് ബുദ്ധിമുട്ടുള്ളതും ദുർഘടമായതും ആയതുകൊണ്ട് ഞാൻ ആ ടൈമിലൊക്കെ നല്ല രീതിക്ക് വിഷമിച്ചുകൊണ്ടിരുന്ന സമയമാണ്. എൻ്റെ ഭാഗ്യക്കേടുകൊണ്ട് പലപ്പോഴായും എനിക്ക് ആ ഹൈപ്രോലാക്റ്റിനോമ ഇഷ്യൂസ് വരികയും അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ സഹിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് നാട്ടിലുണ്ടായിരുന്നതിനേക്കാളും ഈ 4 വർഷത്തിനിടയ്ക്ക് സ്ഥിരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞാൻ റീസെൻ്റ്ലി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന പാടെ എൻ്റെ തലമണ്ടേൻ്റെ ഭാഗത്തായിട്ട്, അതായത് തലയുടെ ഒരു സെൻറ്റർ പോയിന്റിലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ. ചീപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് സ്കാർഫ് ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച എന്തോ നീരിറക്കത്തിൻ്റെ പ്രശ്നമായിരിക്കും, അത് മാറിക്കോളും എന്നൊക്കെ. പിന്നെ അത് മാറുന്നില്ല, മുടി ചെയ്യാൻ പറ്റാതെ എൻ്റെ മുടി നല്ലപോലെ ജട പിടിച്ചു. എനിക്ക് പിന്നെ മുടി വെട്ടിക്കളയേണ്ടി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സെയിം ഏരിയയിൽ എനിക്ക് വീണ്ടും പെയിന്. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമിൽ ഞാൻ കാണിക്കാനുള്ള കാര്യമൊന്നും എടുത്തില്ല, മുടി ഒന്ന് ജട കുത്തിയത് വെട്ടിക്കളഞ്ഞു, അത്രേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ആ ഒരു ഹെഡിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട്